ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു ജയസ് എൻജിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്റ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വയലിൽ ഫൗണ്ടേഷൻ എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം അതിൻ്റെ ഫൗണ്ടേഷന് കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ് ട്രാപ്പീസിയം സെക്ഷൻ കഴിഞ്ഞു കോളം തുടങ്ങാൻ വേണ്ടി പോകുന്ന സ്റ്റേജിലാണ് നമ്മൾ നിർത്തി വെച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ആണ് ഇതിൽ നമ്മൾ ഇനി നമ്മൾക്ക് അടുത്ത ചെയ്യേണ്ടത് കോളം മാർക്കിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 18 കോളാണുള്ളത്. 30-20 കോളത്തിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് കോളം പൊന്തിക്കണം. അപ്പോൾ ഈ കോളം മാർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മളൊരു എൽ പോർഷനിൽ കറക്റ്റായിട്ട് നമ്മളതിൻ്റെ ഔട്ടർ മറി എൽ പോർഷനിൽ കറക്റ്റായിട്ട് ഇതിൽ എൽ പോർഷനിൽ നല്ലൊരു മറിയിൽ ഫുൾ കോളം വരുന്നുണ്ട് കേട്ടോ, സിറ്റ് ഔട്ടിൻ്റെ ഭാഗം ഒഴികെ. അപ്പോൾ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം റൈറ്റ് ആംഗിൾ നോക്കിയിട്ട് മട്ടം തിരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ആ 2 ഭാഗം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പിന്നെ ബാക്കിയുള്ള കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അങ്ങനെ ഇത് മാർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് കോളത്തിൻ്റെ കവറിങ് ശ്രദ്ധിക്കണം. അതുപോലെ കോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടോ, അതൊക്കെ ഫൗണ്ടേഷനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, ശ്രദ്ധിച്ച വിഷയങ്ങളാണ്. ഈ കറക്റ്റ് നൂൽമറി വെച്ചിട്ട് കോളത്തിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ആംഗിളും സ്പിരിറ്റ് ലെവലും നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ലൈനും കാര്യങ്ങളും നല്ല പോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ നോക്കുക. കോളം പൊന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാതക ലെവൽ കറക്റ്റായിട്ടാണ് നമ്മൾ കോളം പൊന്തിക്കുന്നത്. അപ്പം ഈ പാതക ലെവലിൽ കോളം വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് നമ്മൾ അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൻ്റെ ചുറ്റുഭാഗവും ബോളർ ഡ്രൈ റബിൾ മേസൺറി കെട്ടാണ് ഉദ്ദേശിച്ചത്. ബോളർ അടിച്ചിട്ട് ഡ്രൈ റബിൾ മേസൺറി കെട്ടാണ്. അപ്പം അത് 60 സെൻറ്റിമീറ്റർ 70 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഈ ഡ്രൈ റബിൾ മേസൺറി കെട്ടുന്നത്. അപ്പം ഏകദേശം ഇത് കെട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഇതിന് ഏകദേശം ഡെപ്ത് ഏകദേശം 1.5 മീറ്ററോളം ഇതിൻ്റെ ഡെപ്ത് വരുന്നുണ്ട്. പാടാണ്, വയലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഇതിലേക്ക് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എർത്ത് ഫില്ല് ചെയ്യാണ്. ഈ എർത്ത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് വെള്ളം അടിച്ച് കൊടുത്തിട്ട് ഈ എർത്തിനെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ മാക്സിമം നമ്മൾക്ക് മണ്ണ് നല്ലപോലെ കയറിയിട്ടിട്ട് നല്ലൊരു കൂട്ടിപ്പിടുത്ത് നല്ലൊരു ബോണ്ട് തന്നെ ഉണ്ടായിരിക്കും അവിടെ. ഔട്ടർ മൊത്തം ബോണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് കോളത്തിലും ബീമിലാണ് ഇതിൻ്റെ ലോഡ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഡ്രൈ റബിൾ മേസൺറി കൊടുക്കുകയാണ്. അപ്പം ഈ മണ്ണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള മണ്ണ് കൂട്ടിപ്പിടുത്തം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നല്ല അടിപൊളി ഒരു സ്ട്രക്ചറായിട്ട് തന്നെ മാറും നമ്മൾക്ക് ബേസ്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ എർത്ത് കാര്യങ്ങൾ ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പോലും ചില ഭാഗങ്ങളിലൊന്നും എർത്ത് എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പാറപ്പൊടി ഉപയോഗിച്ചിട്ട് പാറപ്പൊടി ഇറക്കി കഴിഞ്ഞിട്ട് ഈ കെട്ടിൻ്റെ മുകളിൽ കൂടി നമ്മളൊരു വരമ്പ് പോലെ ഇട്ടിട്ട് നല്ല പോലെ വെള്ളം അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പാറപ്പൊടിനെയും കൂടി ഇറക്കി കൊടുക്കുക. അതോടുകൂടി അത് ഡബിൾ സ്ട്രോങ് ആയി. റാൻഡം റബിൾ മേസൺറി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ബോളറാണ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഇതിൻ്റെ സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് ഏകദേശം 5:1 മിക്സാണ് നമ്മൾ കൂട്ടി ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആക്കിയിട്ട് തന്നെ സിമെൻറ്റ് കൂട്ടിയിട്ട് റാൻഡം റബിൾ മേസൺറി 45 സെൻറ്റിമീറ്റർ വീതിയിൽ ഈ പുറംകെട്ടിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഓടിക്കുകയും പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കോളങ്ങൾ തമ്മിൽ ആ ഗ്യാപ്പുകൾ നമ്മൾ ആ ഇട്ട മണ്ണുണ്ടല്ലോ, ഈ ഇട്ട മണ്ണ് നമ്മൾ ഏകദേശം 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ ഏകദേശം സെറ്റായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് ഒരു കോളം ടു ഒരു കോളം ഇടക്കെട്ടുകൾ മുഴുവൻ നമ്മൾ കുറച്ച് നിരപ്പാക്കിയിട്ട് അതിൽ നമ്മൾ ബോളർ വെച്ചിട്ടാണ് പിന്നെ ഈ 45 സെൻറ്റിമീറ്റർ ബേസ്മെൻറ്റ് നമ്മൾ കെട്ടുന്നത്.
അപ്പം മൊത്തത്തിൽ ഈ ബേസ്മെൻറ്റ് തമ്മിലൊരു കൂട്ടിപ്പിടുത്തായി. നമ്മളെ ഈ പ്ലാനിൽ വരുന്ന കെട്ടുകൾക്ക് അടിയിലായിട്ട് മൊത്തം ഒരു നിരപ്പ് അതിനൊരുക്കുക എന്നുള്ളതാണ് അതിന് പറയുക. ഒരു ബെഡ് ഒരുക്കി മൊത്തം. ഈ ബെഡ് എന്തിനു വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വരുന്ന ബീമിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെഡാണ് ഇപ്പോൾ മൊത്തം ഒരുക്കിയത്. ഔട്ടർ കെട്ട് മൊത്തം അടിയിൽ നിന്നാണ് 1.5 മീറ്റർ അടിയിൽ നിന്നാണ് വരുന്നത്. ഇടക്കെട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പാതക ലെവലിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ കുറച്ചൊരു 2 വരി കല്ലിൻ്റെ മണ്ണ് അടിയിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ ഈ റാൻഡറബിൾ മേസൺറി 45 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ കോളം എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, കോളം നമ്മൾ മുകളിലേക്ക് ഇപ്പോൾ ആ ബേസ്മെൻറ്റിൻ്റെ ഇത് പൊന്തിച്ചില്ല. ഇത് പൊന്തിക്കാതെ നമ്മൾ ചെയ്തിട്ടുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇടയിലേക്ക് തന്നെ നമ്മൾ ബെൽറ്റ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ഈ കെട്ടിൻ്റെ ഇടയിലേക്ക് തന്നെ അതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിനായിട്ടുള്ള കൂടുതലൊരു കൂട്ടിപ്പിടുത്തം കൂടി ഉണ്ടാവും. അടുത്ത സ്റ്റേജ് പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ബീം അടിക്കാൻ പോകണം. ബീമിൻ്റെ സൈസ് 30x20 സെൻറ്റിമീറ്ററാണ്. കണ്ടംപററി സ്റ്റൈലായതുകൊണ്ട് തന്നെ ഈ ബേസ്മെൻറ്റിൻ്റെ പുറത്തോട്ടുള്ള ഓഫ്സെറ്റ് ഇല്ല. നമ്മൾ അതിനോട് ചാരിയിട്ടാണ് പലക വെക്കുന്നത്. അങ്ങനെ പലക വെച്ചിട്ട് 30 സെൻറ്റിമീറ്റർ ഡെപ്ത് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പുറംകെട്ടൊക്കെ തള്ളിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ശരിയാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബൈൻഡിങ് വയർ നന്നായിട്ട്, അടിഭാഗം നന്നായിട്ട് ബൈൻഡിങ് വയർ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കരിങ്കലിൻ്റെ കെട്ടായതുകൊണ്ട് സപ്പോർട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ബോട്ടം മുഴുവനും 16 mm 2 കമ്പിയാണ് ഉപയോഗിച്ചത്. മുകൾ ഭാഗം 12 mm 2 സ്റ്റീൽ റോഡാണ് ഉപയോഗിച്ചത്. പിന്നെ റിങ് ടു റിങ് ഡിസ്റ്റൻസ് ഏകദേശം 15 to 16 സെൻറ്റിമീറ്റർ ആ ഒരു ഗ്യാപ്പിലാണ് റിങ്ങിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കൊടുത്തത്. പിന്നെ സ്പാൻ കൂടിയോടുത്ത് നമ്മൾ എന്ത് ചെയ്തു, 4/16 ബാറാണ് ഉപയോഗിച്ചത്. ഇതിൽ 2 ഭാഗത്ത് ഈ പ്ലാനുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, 2 ഭാഗത്ത് നല്ല വലിയൊരു സ്പാൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, 4/16 ഉപയോഗിച്ചത്. മിക്സ് M20 ഗ്രേഡാണ് ഉപയോഗിച്ചത്. 1, 1.5, 3. അപ്പോൾ ഏകദേശം നമുക്ക് 45 ബാഗ് സിമെൻറ്റോളം വന്നിട്ടുണ്ട് ഇതിന്. പിന്നെ ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാക്സിമം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ഗ്യാപ്പിലൂടെ സ്ലറി ലീക്കാവാൻ നന്നായിട്ട് ചാൻസ് ഉണ്ട്. ഗ്രൗട്ട് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെന്തെയും ഹണി കോമ്പ് വരും. ബീമിനൊക്കെ ഹണി കോമ്പ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മേജർ ഇഷ്യൂ തന്നെയാണ്. അപ്പം അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ബീമിനെ നന്നായിട്ട് കമ്പി എടുത്ത് കുത്തി കൊടുക്കുക. പിന്നെ അതുപോലെ മിക്സ് ഏകദേശം ഒരു 80-85 സ്ലംബിൽ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഹണി കോമ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ നമ്മൾക്ക് ബീം അല്ലെങ്കിൽ പ്ലിന്ത് ബീം, ഈ ബെൽറ്റ് കാര്യങ്ങളൊക്കെ വാർത്തെടുക്കാൻ കഴിയും. ഇതിൻ്റെ സപ്പോർട്ട് മെയിനായിട്ട് കിടക്കുന്നത് ഈ കോളത്തിലും ബീമിലും കേട്ടോ. അതിൻ്റെ
മെയിൻ നമ്മളെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോഡ് വരിക. പിന്നെ ഈ ഇടക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെഡാണ്. പുറംകെട്ടിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തു 1.5 മീറ്റർ ഡെപ്ത് ഫൂട്ടിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ചുറ്റുഭാഗം ഈ ഒരു സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 4 നമ്മൾ മൂലയിലുള്ള കോളം, പിന്നെ അതുപോലെ അപ്സ്റ്റെയറിൻ്റെ ഡിസൈനിങ് അനുസരിച്ച് ഈ കോർണറിൽ വരുന്ന കോളങ്ങളൊക്കെ മുകളിലോട്ട് പൊന്തിച്ചിട്ടുണ്ട്. അത് ഏകദേശം ലിൻഡൽ ഹൈറ്റ് വരെ കൊടുക്കാനാണ്. അത് നമ്മൾ ഈ ലിൻഡലും കൂടി വരുന്ന കഴിഞ്ഞിട്ട് ഒരു കൂട്ടിപ്പിടുത്തായി മൊത്തത്തിൽ. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് ഒക്കെ കൊടുക്കുന്നത് വയലിലാണ്. ഇത് കൊടുത്തിട്ടില്ലെങ്കിലും വിഷയം കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം കൂടി നമ്മൾ ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എർത്ത് ഫില്ലിംഗ് ആണ്. എർത്ത് ഫില്ലിങ് നമ്മൾ തറയിലേക്കുള്ള മണ്ണ് എപ്പോഴും നല്ല ചുവന്ന നല്ല അടിപൊളി മണ്ണ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ചീടി മണ്ണ് അങ്ങനത്തെ മണ്ണൊന്നും നമ്മൾ ശരിക്കും ഈ തറയിലേക്ക് ഉപയോഗിക്കരുത്. അങ്ങനെ നല്ല മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇറ്റാച്ചി ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ മണ്ണ് ഓരോ തറയിലേക്ക് ഇടുമ്പോഴും അതിൻ്റെ അടിയിൽ നമ്മൾ ആദ്യം പാതക ലെവൽ വരെ ഇട്ട മണ്ണുണ്ടല്ലോ, ആ മണ്ണിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. മുകൾ ഭാഗം ഇളക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം അതിലേക്ക് വെള്ളം അടിച്ചിട്ട് ഈ പുതിയ വന്ന ഈ ചുവന്ന മണ്ണ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് അതിനെ കറക്റ്റായിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടേക്ക് അതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് വെള്ളത്തിൻ്റെ കൂടെ തന്നെ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഇനി അത് ഭാവിയിൽ അത് താന്നു പോവുക, പതിഞ്ഞു പോവുക, അടിയിലേക്ക് ഇനി ടൈല് കൊണ്ടം ചാടുക, അങ്ങനത്തെ ഒരു വിഷയങ്ങളും ഇനി അവിടെ വരില്ല. കാരണം ഇതൊന്നായിട്ട് ഫുൾ കൂട്ടിപ്പിടുത്തായി. പിന്നെ നല്ല ചുവന്ന മണ്ണും വെള്ളവും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ബോണ്ടിങ് പവർ വേറെ തന്നെയാണ്. നമ്മൾ പാർട്ട് 2 വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം തറയായി, ബേസ്മെൻറ്റ് ലെവൽ വരെ തറയായി. ഇനി അടുത്തത് നമ്മളെ പടവിൻ്റെ സ്റ്റേജാണ്. അതിൻ്റെത് അടുത്ത പാർട്ട് 3 ഭാഗത്തിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ഉണ്ടാവും, അവസാനം വരെ ഉണ്ടാവും. കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ പാർട്ട് 1 ഉം 2 ഒക്കെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, മറുപടി പ്രതീക്ഷിക്കാവുന്നതാണ്.